ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടി എന്നുള്ള വിഷയത്തെ കുറിച്ചാണല്ലോ. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാവീദുമായിട്ട് ഉണ്ടായ ഉടമ്പടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് കാണുവാനായിട്ട് സാധിക്കുന്നു 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ നിങ്ങളെ അതിനു വേണ്ടി ആ ഭാഗം വായിക്കുകയാണ്. ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്ന സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ നിന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെയിരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്നും ഛേദിച്ചു കളഞ്ഞിരുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. അപ്പൊ ദാവീദിന് നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ്. അവന്റെ അവസാന കാലയളവിൽ ജീവിതത്തിന് അവന്റെ പ്രവൃത്തിയും അവനോടുള്ള വാഗ്ദത്തങ്ങളും ഒക്കെ, കാരണം ദൈവത്തിന്റെ ഉടമ്പടി അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടന്നത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചത് കൊണ്ട് അവനെ ആട്ടിടയനായി നടന്ന അവനെ ദൈവം എടുത്ത ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ കാര്യത്തെക്കുറിച്ചാണ് ആദ്യ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ ദാവീദിന്റെ ജീവിതത്തിൽ അല്ലെ, ദാവീദിന്റെ സകല ശത്രുക്കളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദാവീദിന് കഴിഞ്ഞത് കൊണ്ട് ദാവീദിനെ ദൈവം അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല എന്നും അവിടെ കാണുന്നു. അപ്പോ പീഡിപ്പിച്ചു, അതായത് ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ കാലത്തോടെ ദേശത്ത് അവരെന്താണ് അനുഭവിച്ച കഷ്ടതയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത് മാത്രമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. അപ്പൊ എന്താണ്, യഹോവ ഒരു ഗൃഹം ഉണ്ടാക്കുമെന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഞാൻ നിന്റെ സകല ശത്രുക്കളെയും, അവിടെ എഴുതിയിരിക്കുന്ന വളരെ വ്യക്തമായിട്ടാണ്. അതായത് ദാവീദ് ദൈവത്തിന് വേണ്ടി ആശ്ചര്യമായ ഒരു ഭവനം പണിയുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. എന്നാൽ ദാവീദിന് വേണ്ടി ദൈവം ഒരു ഗൃഹം പണിയും എന്നാണ് പറഞ്ഞത്. അതായത് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം ദാവീദിനെ മാനിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാജകീയ വംശം, ഈ വാഗ്ദത്ത വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടല്ല ഇത് നൽകിയത്. എന്താണ് അതിന്റെ പൂർത്തീകരണം? എന്താണ്? ദാവീദിന്റെ പുത്രനും ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയുമായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാവീദിന്റെ പരമ്പരയിലാണ് യേശു ക്രിസ്തു വന്ന് ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരെ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവനെ എന്റെ ദയ എന്നേക്കും കാണിക്കും. എന്റെ നിയമം
അവന് വേണ്ടി സ്ഥിരമായി നിൽക്കും. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായി അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കർത്താവ് വരുന്നത് ദാവീദിന്റെ ആ ഒരു പരമ്പരയിലാണ് കർത്താവ് ജനിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ 89 27 നമ്മൾ വരുമ്പോ അവിടെ കാണുകയാണ് എന്താണ് 89 അധ്യായം 27 വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. 27 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ ആദ്യജാതൻ എന്ന വാക്ക്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2 അധ്യായം അതിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോ സങ്കീർത്തനം 2:7 നമ്മൾ വായിക്കുന്നു, ഞാൻ നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളിച്ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഇവിടെ എന്താണ്? കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സങ്കീർത്തനകാരൻ വിവരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 89-27 നമ്മൾ വീണ്ടും കണ്ണൊഴിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ ആദ്യജാതൻ എന്ന വാക്ക് അവിടെ വീണ്ടും കൊലോസ്യർ ലേഖനം 1:15 നമ്മൾ വായിക്കുമ്പോ, കൊലോസ്യർ ലേഖനം 1 അധ്യായം അതിന്റെ 5 വാക്യം, കൊലോസ്യർ 1:5 1:15 8 18 ആ വാക്യങ്ങൾ. പതിനഞ്ചും 18 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പുത്രനായ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം എന്ന അർത്ഥത്തിലാണ് 1:15 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ അവന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ, ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. 18 വാക്യത്തിൽ അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയിൽ സകല ഉത്ഭവങ്ങളുടെ അധിപതിയും സകലത്തിനും താൻ പ്രഥമ സ്ഥാനിയാകേണ്ടതിന് ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു എന്നുള്ളതാണ്. അപ്പം പല ആളുകളും ചോദിക്കും, എന്താണ് രണ്ടാമത്തെ വ്യക്തിത്വമാണോ ഇത് എന്ന് പുത്രൻ എന്ന് പറയുമ്പോൾ? അങ്ങനെ കാര്യങ്ങൾ പറയുന്നില്ല. നമുക്കൊരു ആദ്യനും ഒരു അന്ത്യനുമേ ഉള്ളൂ, അല്ലെ? ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യജാതൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, പാപം ചെയ്യാത്തവർക്ക് ആദ്യജാതൻ എന്ന അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിനെ ഇവിടെ ആദ്യജാതൻ എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊലോസ്യർ 1:15 നമ്മൾ കാണുന്നു, എന്താണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 29 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 8:29
രേഖപ്പെടുത്തിയിരിക്കുന്നു 29ാമത്തെ വാക്യത്തിൽ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അല്ലെ, ഇബ്രാഹിം ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം ജഡത്തിനുള്ള വെളിപ്പാടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എബ്രായർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 6-ാമത്തെ വാക്യത്തിൽ, കൂടാതെ ആദ്യജാതനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ പറഞ്ഞിരുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ തന്നെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 12:23 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാർ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും പൂർണ്ണരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായത് വാഗ്ദാനം ചെയ്യുന്ന ശുദ്ധീകരണ രക്തത്തിന് അടുക്കലേക്ക് അത്രേ വന്നിരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്, ദൈവപുത്രൻ ദൈവത്തിന്റെ അതീരൂപ സാദൃശ്യമുള്ളവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടലിനെ അത് കാണിക്കുന്നു. അവൻ നിത്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം എന്ന നിലയിൽ അവന് ഒരു ആരംഭമില്ല, അവനൊരു ജനനവും ഇല്ല, അല്ലെ, അതിന് ആരംഭവുമില്ല ജനനവുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായി. അവനൊരു ജനമില്ല. ആദ്യജാതൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ടോക്കോസ്. ഇത് ശ്രേഷ്ഠതയുടെയും പരമാധികാരത്തിന്റെയും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സൃഷ്ടിയില്ലാത്തവനായ യഹോവയായ ദൈവത്തെക്കുറിച്ച് യഹൂദന്മാർക്ക് പറയാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യജാതൻ, അതായത് ക്രിസ്തു സകല സൃഷ്ടികൾക്കും മീതെ കർത്താവാണെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അടുത്ത വാക്യത്തിൽ നാം താൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ശൂന്യമാക്കി ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടു എന്ന് അവിടെ കാണുന്നു. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലാതെ രണ്ട് വ്യക്തിത്വങ്ങളോ രണ്ട് പേരോ അല്ല എന്നുള്ള കാര്യം ഇന്ത്യയിൽ നമ്മൾ മറന്നു പോകരുത്. എന്ന് രണ്ട് വ്യക്തികളാണെന്നുള്ള കാര്യം നമ്മൾ രണ്ട് വ്യക്തികളാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെയല്ല, ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ വീണ്ടും തിരിച്ച് ദാവീദിന്റെ ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ 1 ശമൂവേൽ 7-ാം അധ്യായം 8 മുതൽ വാക്യങ്ങളിലാണ് നമ്മളത് കണ്ടത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 1 ശമൂവേൽ 7-ാം അധ്യായം 2 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എന്താണ്? ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും, അത്രയുമല്ല യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ
നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 29 മുതൽ 29 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്ന സന്തതി ഏതാണ്? ശലോമോനാണ് ആ സന്തതി എന്നതിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടി നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും നിന്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ആര്? ശലോമോൻ രാജാവ്. രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ആലയം പണിയാനുള്ള അനുവാദം കൊടുക്കുന്നു. മനുഷ്യൻ തനിക്ക് വേണ്ടി ഒരു ആലയം പണിയാൻ ദൈവം പറയുന്നില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മീയ പ്രവൃത്തിയുടെ നിഴലായി ദൈവം ഈ ആലയത്തെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു എന്നുള്ളതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യർ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ എന്ന് കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിന് വേണ്ടി വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യേശു ക്രിസ്തു ആണ് നമ്മുടെ മൂലക്കല്ല്. ആ മൂലക്കല്ല് നമ്മളെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ, അതായത് രക്ഷിക്കപ്പെടുന്നവരുടെ കാര്യമാണ്, അല്ലാതെ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ജീവിക്കുന്നവരുടെ കാര്യമാണ്, ആ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവൻ എന്റെ നാമത്തിന് ഒരാലയം പണി, ഞാൻ അവന്റെ രാജത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ ഇസ്രായേലായിരുന്നു ശലോമോന്റെ രാജ്യം, വേറെ ഒന്നില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. എന്നേക്ക് സ്ഥിരമായിരിക്കും. എന്നേക്ക് സ്ഥിരമായിരിക്കും എന്ന് പറയുമ്പോൾ ഈ വാക്തത്വം നിറവേറുവാൻ എന്ത് ചെയ്തു? ക്രിസ്തു ഭൂമിയിൽ ഇസ്രായേലിന് വാഴേണ്ടതുണ്ടല്ലോ. അപ്പൊ എന്താണ്? ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് സഭയുടെ ആത്മീകമായ ഒരു പൂർത്തീകരണം മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് ദൈവത്തിലേക്ക് തിരികെ വന്ന ഇസ്രായേൽ ജനത കേന്ദ്രസ്ഥാനം വഹിക്കുമ്പോൾ അശരീരമായി ഇത് നിറവേറപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദാവീദും ശലോമോനും ചിന്തിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ഭൂമിയിലെ ശലോമോനും ദാവീദും എന്താണ് ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ ഭൂമിയിലെ ആശ്ചര്യമായ രാജ്യത്തെ കുറിച്ചാണ്. അതായത് യേശുവിൽ നിന്ന് 40 ദിവസങ്ങളോളം ദൈവരാജ്യത്തിന്റെ ഉപദേശം കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിച്ചത്. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് പടയാളിയുടെ കാതൊക്കെ വെട്ടുന്നത് നമ്മൾ കണ്ടു അല്ലെ? പത്രോസ് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴൊക്കെ അവർ ചിന്തിച്ചു, ശരീരമായ ഒരു രാജ്യം, അതായത് ഈ ലോകത്തെ രാജ്യത്തെ കുറിച്ചാണ് കർത്താവിയുടെ രാജാവാകും എന്നുള്ള കാര്യത്തെ കുറിച്ചല്ല. അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴാണ് അവൻ രാജാവായി വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഞാനും അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്ത ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും, എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വടി, തന്റെ ജനത്തെ ശരിയായ പാതയിൽ കൊണ്ടുവരാൻ ദൈവം മനുഷ്യരെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ദൈവം
അങ്ങ് ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ അങ്ങ് ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പിന്നീട് അവൻ ശലോമോനെ ശിക്ഷിച്ചതിനെ കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11:9 നമ്മൾ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് തന്നോട് കൽപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം വ്യതിചലിപ്പിക്കുകയും. 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവ ഏദോമിനെ ഹദദ് എന്ന ഒരു എതിരാളിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു. അവൻ ഏദോം രാജസന്തതിയിൽ ഉള്ളവനായിരുന്നു എന്നും. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശലോമോനെതിരായി ദൈവം എലിയാദാബിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു എതിരാളിയും എഴുന്നേൽപ്പിച്ചു. അവൻ സോഫാ രാജാവായ ഹദാദേസർ എന്ന തന്റെ യജമാനനെ വിട്ട് ഓടിപ്പോയിരുന്നു. 26-ാമത്തെ വാക്യത്തിൽ സെരേദിയിൽ നിന്നുള്ള എഫ്രേമ്യൻ നെബാത്തിന്റെ മകൻ യൊരോബെയാം എന്ന ശലോമോന്റെ ദാസന് രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്ന ഒരു വിധവ ആയിരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 14-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞ ശേഷം മനുഷ്യപുത്രന്മാരെ അടികൊണ്ട് ശിക്ഷിക്കും എന്ന് അവിടെ കാണുന്നു. അടികൊണ്ട് ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. സദൃശ്യവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 11 മുതൽ 12 വരെയുള്ള, മകനെ യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവിടുത്തെ ശാസനയിൽ മുഷിയുകയുമരുത്. അപ്പന് ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 5-ാം വാക്യത്തിൽ എഴുതുക, നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളും ചതിവത്തരം. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ കൂടിയാലോചിക്കുന്നു, നേരുള്ളവരുടെ വാക്ക് അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞ് വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനം നിലനിൽക്കും. മനുഷ്യൻ തന്റെ ജ്ഞാനത്തിനനുസരിച്ച് പ്രശംസിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് വകയില്ലാത്തവനേക്കാൾ നിസ്സാരനായി ഗണിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ ജീവനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. ദുഷ്ടന്മാരുടെ മനസ്സ് ക്രൂരമത്രേ, നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസ്സാരന്മാരെ പിൻചെല്ലുന്നവൻ ബുദ്ധിഹീനൻ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ, രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും എന്നവിടെ കാണുന്നു. മനുഷ്യപുത്രന്മാരെ അടികൊണ്ട് അവർ ശിക്ഷിക്കുമെന്ന് നമ്മൾ കണ്ടു. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന്
മുമ്പിൽ നിന്നും ഞാൻ തള്ളിക്കളഞ്ഞ ചൗലിൽ നിന്നും ഞാൻ എന്റെ ദയെ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും എന്നുള്ള ഉറച്ചിരിക്കും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് എന്താണ്? 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്കാണ്. ഷൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. ഒബേദ് ഇശായിയുടെ പിതാവായിരുന്നു. ഇശായി ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹമ്യാമിന്റെ പിതാവായിരുന്നു. രഹമ്യാം അബിയാമിന്റെ പിതാവായിരുന്നു. അബിയാം ആസയുടെ പിതാവായിരുന്നു. ആസ യഹോഷാഫാത്തിന്റെ പിതാവായിരുന്നു. യഹോഷാഫാത്ത് യോരാമിന്റെ പിതാവായിരുന്നു. യോരാം ഉസിയാവിന്റെ പിതാവായിരുന്നു. ഉസിയാം യോധാമിന്റെ പിതാവായിരുന്നു. യോധാം ആകാസിന്റെ പിതാവായിരുന്നു. ആകാസ് ഇസ്കിയാവിന്റെ പിതാവായിരുന്നു. ഇസ്കിയാവ് മനശ്ശയുടെ പിതാവായിരുന്നു. മനശ്ശെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് യോശിയാവിന്റെ പിതാവായിരുന്നു. യോശിയാവ് യെഖുന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാവേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാവേൽ പ്രവാസത്തിന് ശേഷം യൊഖന്യാവ് ഷെയ്ദിലിയാവിന്റെ പിതാവായിരുന്നു. ഷെയ്ദിലിയൽ സെരുബാബേലിന്റെ പിതാവായിരുന്നു. സെരുബാബേൽ അബിഹൂദിന്റെ പിതാവായിരുന്നു. അബിഹൂദ് ഏലിമക്കിന്റെ പിതാവായിരുന്നു. ഏലിമക് ആസോരിന്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിന്റെ പിതാവായിരുന്നു. അക്കീം ഏലിഹൂദിന്റെ പിതാവായിരുന്നു. ഏലിഹൂദ് എലിയാസിന്റെ പിതാവായിരുന്നു. എലിയാസർ മഥാന്റെ പിതാവായിരുന്നു. മഥാൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിന്റെ പിതാവായിരുന്നു. മറിയയിൽ നിന്നും ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാവേൽ പ്രവാസം വരെ 14, ബാവേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ അതാ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായി ദൈവപീഠത്തിൽ വെളിപ്പെടുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിക്കുകയും ഉടമ്പടികൾ അവൻ കറക്റ്റ് സമയത്ത് അവൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന നല്ല ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവം ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇതിൽ അന്യന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ സ്വതന്ത്രമാണ് മഹത്വത്തിന് യേശു ക്രിസ്തുവിന്റെ ധന്യവിളിക്കുന്ന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.